സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന വാണിമേലിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം സ്വയംഭൂ ആയതല്ല. ധീഷണശാലികളായ മുൻഗാമികളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതുണ്ടായത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ക്രസന്റ് ഹൈസ്കൂളിന്റെ വരവാണ് ഈ പ്രദേശത്തുള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള വാതിലുകൾ തുറന്നത്. ക്രസന്റിന്റെ പ്രധാന അധ്യാപകനായ ടി.പി. കുഞ്ഞബ്ദുള്ള മാസ്റ്ററാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. എന്നും ക്രസന്റിനെയും ക്രസന്റിലെ വിദ്യാർത്ഥികളെയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന, ഇന്നും ക്രസന്റുമായി ബന്ധപ്പെട്ട ഏതു പരിപാടിക്കും ഊർജ്ജസ്വലതയോടെ പങ്കെടുക്കുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്ന വ്യക്തി. അജയ്യമായ അനുഭവ സമ്പത്തും പ്രൗഢോജ്വലമായ വാക്ചാരുതിയും കൈമുതലായുള്ള ആൾ. അനുഗ്രഹീതരായ ഒട്ടനവധി ശിഷ്യ സമ്പത്ത് കൊണ്ട് സമ്പന്നനാണ് അദ്ദേഹം. ക്രസന്റിനെ ഈ നിലയിലെത്തിക്കുന്നതിന് സുപ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എല്ലാം കൊണ്ടും വാണിമേൽ എന്ന പ്രദേശത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ അസുലഭ നക്ഷത്രമായി പ്രശോഭിക്കുന്ന ശ്രീ കുഞ്ഞബ്ദുള്ള മാസ്റ്ററുമായി സംവദിക്കാൻ ഒരവസരം ലഭിച്ചതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു. സാർ നമസ്കാരം. ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളായ ഞങ്ങൾ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപകനായ സാറിൽ നിന്നും ചില വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ മുഖവുരയില്ലാതെ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. സാറിനോട് ആദ്യം ചോദിക്കാനുള്ളത്, ജനാൽഫ എന്ന് വിളിക്കപ്പെടുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറയോട് പൊതുവെ എല്ലാവർക്കും പരാതികളാണല്ലോ. അതായത് അവർക്ക് ലക്ഷ്യബോധമില്ല, ഉത്തരവാദിത്ത ബോധമില്ല എന്നൊക്കെ. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതുപോലെ അവർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകാവുന്ന ഒരു നല്ല അഡ്വൈസ് പറയാമോ? ഉള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ട് കോണിലിരുന്നു കൊണ്ട് ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണിത്. പുതിയ തലമുറ ശപിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ, നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ, അത് പൊള്ളയാണ്. എല്ലാ കാലത്തും ഉള്ള സംഭവമാണിത്. അത് ഞാൻ പഠിക്കുന്ന കാലത്ത് പിന്നിലുള്ള തലമുറക്കാർ പറഞ്ഞിരുന്നു, നിങ്ങളെ ഇപ്പോൾ പറയുന്നത് പോലെയുള്ള വർത്തമാനമാണ്. അതെല്ലാ കാലത്തും നടന്നു വരുന്ന ഒരു സംഭവമാണ്. ചെറിയ കുട്ടികളെ കുറ്റം പറയുക, ഇളം തലമുറയെ കുറ്റം പറയുക, അവർക്ക് ലക്ഷ്യബോധമില്ല. ഇനി കുറ്റക്കാരാണെങ്കിൽ തന്നെ ആരാണ് കുറ്റക്കാർ? കുറ്റം ചെയ്യുന്നവർ. നിങ്ങളാണോ അതിന് ഉത്തരവാദി? നിങ്ങളുടെ രക്ഷിതാക്കന്മാർ ഒന്നാമതായിട്ട് അതിലെ പ്രതികളാണ്. പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ പ്രതികളാണ്. ഈ സമൂഹം പ്രതികളാണ്. ഭരണാധിപതി പ്രതികളാണ്. ഒരിക്കലും നിങ്ങൾ കുറ്റക്കാരല്ല. കുറ്റക്കാരാണെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ നടത്തിയ ഈ പരിപാടി തന്നെ നിങ്ങൾ വഴിതെറ്റി നടക്കുന്നവരല്ല എന്നുള്ളതിന് പ്രത്യക്ഷമായൊരു തെളിവാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ ചിന്തയെക്കുറിച്ചും ഒക്കെ ഫോം ചെയ്തെടുക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന പരിപാടിയാണിത്. ഇതിന് നിങ്ങൾക്ക് രക്ഷിതാക്കന്മാരുടെ സപ്പോർട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ല, സമൂഹത്തിൻ്റെ സപ്പോർട്ടില്ല. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ മാത്രം നേതൃത്വമേ ഇതുപോലുള്ള പരിപാടികൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ചോദ്യം ഇന്നത്തെ കാലത്ത് ഒരു പ്രസക്തിയേ അല്ല എന്ന് ഞാൻ ബലമായി വിശ്വസിക്കുകയാണ്. പക്ഷേ ഈ അവസരത്തിൽ നിങ്ങൾക്ക് തരാനുള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പറക്കാൻ വേണ്ടിയിരിക്കുന്ന പക്ഷികളാണ്, പക്ഷിക്കൂട്ടങ്ങളാണ്. നിങ്ങൾ ആകാശത്തെ ലക്ഷ്യം വെച്ച് പറക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. നിങ്ങളോട് എനിക്കുള്ള ഒരേ ഒരു ഉപദേശം, നിങ്ങൾ അംബീഷ്യസ് ആയിരിക്കണം എപ്പോഴും എന്നുള്ളതാണ്. അംബീഷ്യസ്, അതോടൊപ്പം തന്നെ കോൺഫിഡൻസ്. എന്നാൽ നിങ്ങൾക്ക് ആകാശത്തിൽ പറന്ന് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ സാധിക്കും. അംബീഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാകേണ്ട അത്യാവശ്യമുള്ള ഒരു കർമ്മപരമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ചിറകാണ്, പറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചിറകാണ്. പക്ഷികളായ നിങ്ങൾക്ക്, ആകാശം നോക്കി നിൽക്കുന്ന പക്ഷികളായ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വിശ്വാസമാണ് ഹോപ്പ്, കോൺഫിഡൻസ് ആൻഡ് അംബിഷൻസ്.
ഇതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് തരാനുള്ള ഒരു ഉപദേശം. പിന്നെ ആദ്യം പറഞ്ഞതിന് മറ്റൊരു വശം കൂടിയുണ്ട്. വിദ്യാഭ്യാസത്തിൽ നിങ്ങളെ വഴിതെറ്റി നടക്കുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് മറ്റൊരു കോണിൽ കൂടി നോക്കുകയാണെങ്കിൽ ഒരു ധാർമ്മിക തകർച്ച പൊതുവേ സമൂഹത്തിന് ഇന്ന് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൽ എന്തെന്നായിരുന്നു പറയേണ്ടത്, മൂല്യബോധം കൊത്തിച്ചെലുത്താൻ ആരും സാധിച്ചിട്ടില്ല ഇതുവരെ വേണ്ടുന്ന രൂപത്തിൽ. മൂല്യബോധം ഉണ്ടാക്കാൻ നമ്മുടെ സിലബസിൽ യാതൊരു വേണ്ടത്ര ഇത് കാണിച്ചിട്ടില്ല. കളിയോ ലൈബ്രറി അത് ഇതുപോലെയുള്ളൊരു പ്രാധാന്യം അതിന് ഭരണതലത്തിൽ നിന്നും സമൂഹതലത്തിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ആ മൂല്യബോധമില്ലാത്തതിൻ്റെ പേരിലാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ അക്രമവാസനങ്ങളും ഞാൻ കാണുന്നത്. നിങ്ങൾ ഒന്നൊരു അരികത്തിരിക്കുന്ന ഒരാളാണ്, ഞാൻ നിങ്ങളെ ടീച്ചറെ ഒരു കത്തിയെടുത്ത് കുത്തിക്കൊന്നു. ഒരു കത്തിയെടുത്താണ് നിങ്ങളെ ടീച്ചറെ കുത്തിക്കൊന്നു. നിങ്ങളെ മനസ്സിപ്പോഴും പറയുന്നുണ്ട് എന്നെ തൂക്കിക്കൊല്ലണമെന്ന്. പക്ഷെ അടുത്തിരിക്കുന്ന മറ്റേ ടീച്ചർ ഒരു വക്കീലാണ്, നല്ല വിവരമുള്ള ആളാണ്. 1,00,000 ഉറുപ്പിക കൊടുത്താൽ കൊന്ന എനിക്ക് വേണ്ടിയിട്ട് ആ വക്കീലിനെ വാദിക്കാൻ കിട്ടുന്നു. വക്കീലിന് വിവരമില്ലാത്തത് കൊണ്ടാണോ? മൂല്യബോധം വിദ്യാഭ്യാസത്തിൽ കൂടി കൊടുക്കാൻ സാധിക്കാത്തൊരു വ്യവസ്ഥ ഇവിടെ നിലവിൽ വന്നതുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഒരു എൻജിനീയർ പാലം കോടിക്കണക്കിനുള്ള ഉറുപ്പിക ചിലവ് ചെയ്തൊരു പാലം കെട്ടുന്നു. കെട്ടിത്തീർന്ന ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് പൊളിഞ്ഞു പോകുന്നു. നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ? എഞ്ചിനീയർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. മൂല്യബോധമില്ലാതെ വിദ്യാഭ്യാസത്തിൽ കൂടി വളർന്നു വന്ന സമൂഹത്തിൽ ഒരുപാട് പേർ ഉണ്ട്. മന്ത്രിമാർ വളരെ പഠിച്ച് മന്ത്രിമാരാകുന്നു. കാപഠ്യങ്ങളുടെ കൂമ്പാരം ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. വിരയില്ലാത്തത് കൊണ്ടാണ്. മൂല്യബോധം വിദ്യാഭ്യാസത്തിൽ തിരികെ കയറ്റുവാൻ, നമ്മുടെ സിലബസിൽ വേണ്ട രൂപത്തിൽ തിരികെ കയറ്റുവാൻ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് സാധിച്ചിട്ടില്ല. അതിന് നിങ്ങളൊട്ട് കുറ്റക്കാരുമല്ല, ഞാനും കുറ്റക്കാരനല്ല, ആരും കുറ്റക്കാരനല്ല, ഈ സമൂഹമാണ് അതിന് കുറ്റക്കാർ. എന്നാലും നിലവിലുള്ള വ്യവസ്ഥയിൽ ഉള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടേതായ സത്യവും നീതിയും മൂല്യബോധവും വളർത്തിക്കൊണ്ട് നമ്മൾ വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഉത്തമ സമുദായമായി